Hello friends. So, കഴിഞ്ഞ ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് ഒക്കെ കണ്ടു അല്ലേ? വാട്ട്, വേർ, വെൻ, വിച്ച്, വൈ, ഹൂ, ഹൂസ്, ഹൂം, ഹൗ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ലോങ്, ഹൗ ഫാർ, ഹൗ ഓഫൻ അല്ലേ? ഇതിൻ്റെയൊക്കെ അർത്ഥം അറിയാലോ, വാട്ട് എന്തെന്ന്. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഈ എക്സാമ്പിൾസ് കണ്ടു നോക്കി. ദേ ആർ ഗോയിങ് ടു കോട്ടയം. നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഇതാണ്. അവർ കോട്ടയം എന്നുള്ള അല്ലെങ്കിൽ കോട്ടയത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലം അത് ഉത്തരമായിട്ട് വരുന്നൊരു ചോദ്യം ചോദിക്കണം. ഇത് ഉത്തരമായിട്ട് വരണം. അപ്പം ആദ്യം നമ്മൾ സ്റ്റെപ്പ് എന്നാന്ന് ചോദിച്ചാൽ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് മാറ്റുക. ഇതുണ്ടോ, ആർ ദേ ഗോയിങ് ടു കോട്ടയം, അതാണ് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് ഇൻഫർമേഷനാണോ വേണ്ടത്, എന്ത് കാര്യമാണോ നമുക്ക് അറിയേണ്ടത്, അതിന് യോജിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കണം. ഇതിനകത്ത് നമ്മൾ ഈ 14 ഇതിനകത്ത് ഏതാണ് ഇവിടെ യോജിക്കുന്നത്? ഇവിടെ നമുക്ക് അറിയേണ്ട സ്ഥലമാണ്. ഇപ്പം സ്ഥലം, ഏത് സ്ഥലം എന്നർത്ഥമുള്ളത് വേർ, എങ്ങോട്ട് എന്നുള്ളത് അല്ലേ? അപ്പം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് ആർ ദേ ഗോയിങ്, കോട്ടയത്തിന് പകരം വേർ നിട്ടു. ഈ സ്റ്റെപ്പെല്ലാം നിങ്ങൾ ചെയ്യണമെന്നില്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു. അപ്പം ആർ ദേ ഗോയിങ് കോട്ടയത്തിന് പകരം വേർ. പിന്നെ ഇംഗ്ലീഷിലൊരു നിയമമുണ്ട്, എന്നാണെന്നറിയാം, ക്വസ്റ്റ്യൻ വേർഡ് എപ്പോഴും ആദ്യം വരണം. അപ്പം ആ ക്വസ്റ്റ്യൻ വേർഡ് എടുത്ത് ആദ്യം ഇട്ടു, വേർ ആർ ദേ ഗോയിങ്. ത്രൂ സോ സിമ്പിൾ. മനസ്സിലായോ? തീർന്നു. ഇനി അല്ലെങ്കിൽ ഈ സ്റ്റെപ്പൊന്നും ഇല്ലാതെ ചെയ്യാം. ദേ ആർ ഗോയിങ് ടു ഇങ്ങനെ ഒരുപാട്, ഇതിന് പകരം നമുക്കറിയാം വേർ എന്നിട്ടു, അതിൽ വേർ ആദ്യം കൊണ്ട് എഴുതി, ബാക്കിയുള്ള ഈ സ്ഥലപ്പേർ ഒഴിച്ച് ബാക്കിയുള്ളത് വേർ കഴിഞ്ഞിട്ട് എഴുതുക. പക്ഷെ അതെങ്ങനെ വന്നു എന്നറിയിക്കാനാണ് ഞാൻ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. മനസ്സിലായത്? രണ്ടാമത്തെ നോക്കിയേ, ഹീസ് റീഡിങ് എ നോവൽ. നോട്ട് ഈറ്റിംഗ്, ഹീസ് റീഡിങ് എ നോവൽ. അപ്പം അവിടെ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ് വായിക്കുന്നത്. ഇപ്പം എന്ത് എന്ന അർത്ഥമുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വാട്ട്. നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഈ സെൻറ്റൻസിനെ നമ്മളൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി, ഈസ് ഹീ റീഡിങ് എ നോവൽ. അതിനുശേഷം നോവലിന് പകരം വാട്ട് ഇട്ട്, ഈസ് ഹീ റീഡിങ് വാട്ട്. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം വരണം, അതുകൊണ്ട് വാട്ട് ഈസ് ഹീ റീഡിങ്. ഇതാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് വരുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോഴാണ്. റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പം ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിന് സ്റ്റേറ്റ്മെൻ്റ് ആകണമെന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് തിരിച്ചു പോകുന്നതാണ്. അപ്പം ഇങ്ങോട്ട് വരാമെങ്കിൽ അങ്ങോട്ടും പോകാമല്ലോ. അത് വാട്ട് ഈസ് ഹീ റീഡിങ്. ഇതിനെ നമുക്ക് ഹീസ് റീഡിങ് എ നോവൽ, അല്ലെങ്കിൽ എ ബുക്ക്, അല്ലെങ്കിൽ ബുക്ക് ഓഫ് പോയംസ്, അല്ലെങ്കിൽ റിവ്യൂ എന്നൊക്കെ വരുത്തണം. അതിന് എന്ത് സ്റ്റെപ്പാണ് പുറകോട്ട് എടുക്കുന്നത് നോക്കി, മുന്നോട്ട് എടുക്കുന്ന പോലെ തന്നെ പുറകോട്ട് എടുക്കുക. വാട്ട് ഈസ് ഹീ റീഡിങ്, ഹീസ് റീഡിങ് വാട്ട്, ഹീസ് റീഡിങ് എ നോവൽ. അത്രേ ഉള്ളൂ, സിമ്പിൾ. മനസ്സിലായോ? ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ വേർഡിൽ ഏതാണോ അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി വേറെ പറയണം, ദേ ആർ അറൈവിങ് അറ്റ് 5 o'clock, അത് 5 PM. ദേ ആർ അറൈവിങ് അറ്റ് 5 PM. നിങ്ങളൊന്ന് എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിക്കുക. അപ്പം നമുക്ക് അറിയേണ്ട സമയം അറ്റ് 5 PM. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും?
ഏതാ ക്വസ്റ്റ്യൻ വേർഡ്? വെൻ. അത് they are arriving at 5 p.m. Are they arriving at 5 p.m.? Are they arriving when? When are they arriving? Question mark. Question mark ഇടാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ്റെ അവസാനം വരുന്നു. ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. മനസ്സിലായോ? അപ്പം നമ്മൾ ഇപ്പോഴും എവിടെയാണ്? ഏത് ടെൻസിലാണ്? ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ആദ്യമായി നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ്, പിന്നീട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടണം. ആ പുതിയ ഇൻഫർമേഷന് വേണ്ട, അല്ലെങ്കിൽ പുതിയ കാര്യത്തിന് വേണ്ട യോജിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ നമ്മൾ കാണിച്ചിരിക്കുന്നതോടെ ചെയ്യാൻ പറ്റും. ശരി, ഓക്കെ. വേറെ ഞാൻ പറയാം, സ്ഥലമില്ലാത്തതുകൊണ്ട്. ദ ബേബി ഈസ് ക്രൈങ് for a toy. The baby is crying for a toy. നമുക്ക് അറിയേണ്ടത്, നമുക്ക് രണ്ട് തരത്തിലാണ് ചോദിക്കാം. ടോയ് ആൻസർ ആയിട്ട് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കാരണം ചോദിക്കാം. അപ്പം കാരണം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? വൈ അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ദ ബേബി ഈസ് ക്രൈങ് ഫോർ എ ടോയ്. ഈസ് ദ ബേബി ക്രൈങ് ഫോർ എ ടോയ്. പിന്നെ കാരണം എന്താ? ഈസ് ദ ബേബി ക്രൈങ് ഫോർ എ ടോയ്. വൈ ഈസ് ദ ബേബി ക്രൈങ്? വൈ ഈസ് ദ ബേബി ക്രൈങ്? എന്താ? അപ്പം ദ ബേബി ഈസ് ക്രൈങ് ഫോർ എ ടോയ് എന്ന് ആൻസർ ആയി അല്ലേ? സംതിങ്. ദ ബേബി ഈസ് ക്രൈങ് ഫോർ എ ബോൾ. ദ ബേബി ഈസ് ക്രൈങ് ഫോർ എ പെൻ. ദ ബേബി ഈസ് ക്രൈങ് ഫോർ എ what else you want? Sweets, a tin, a packet of sweets. You can say like that. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. ഏത് ക്വസ്റ്റ്യൻ വേർഡാണ് യോജിക്കുന്നത് അത് കണ്ടുപിടിക്കുക. നാളെ നമുക്ക് എക്സർസൈസ് ഡേയാണ്. അപ്പോൾ നാളെ കുറേ എക്സർസൈസ് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ബൈ.